പ്രേം കടന്ന സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ ഗംഗക്കും വിനീതിനുള്ള മണിയറ ഒരുക്കുന്ന തിരക്കിലായിരുന്നു കാവേരിയും മറ്റുള്ളവരൊക്കെ. മുറിയിലൊക്കെ മുല്ലപ്പൂവിന്റെയും ചന്ദനത്തിരിയുടെയും സുഗന്ധം നിറഞ്ഞു നിന്നു. പുറത്തു ചെറിയൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അച്ചമ്മ അങ്ങോട്ടേക്ക് വന്നു. അച്ചമ്മ വരുമ്പോൾ വിനീതും നിവിനും കൂടി വരാന്തിലിരുന്ന് ഭയങ്കര സംസാരത്തിലാണ്. വിനീതിന്റെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളവും ടെൻഷനും കാണാമായിരുന്നു. അച്ചമ്മ പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു. എന്നിട്ട് വിനീതിനെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എടാ ഇങ്ങനെ ഇരുന്നേത് വല്ല കാര്യമുണ്ടോ? പോവണ്ടേ? വിനീത് ഒന്നും മനസ്സിലാവാത്തതുപോലെ ചോദിച്ചു. എങ്ങോട്ടേക്കാ അമ്മേ? അച്ചമ്മക്ക് ചിരി വന്നു. അത് മുറിയിലേക്ക് പോകേണ്ടടാ എന്ന്. അത് കേട്ടപ്പോൾ നിവിൻ വിനീതിനെ നോക്കി ഒന്ന് കള്ളച്ചിരി ചിരിച്ചു. അപ്പോഴേക്കും രാധമ്മ വീണ്ടും പറഞ്ഞു, അതെ എഴുന്നേറ്റ് വന്നേ, മുറിയിലേക്ക് പോവാനേ. വിനീത് വീണ്ടും ചോദിച്ചു, ഏത് മുറിയിലേക്കോ? എടാ ഇങ്ങോട്ടേക്ക് വാടാ, കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് രാധമ്മ വിനീതിന്റെ കൈയും പിടിച്ച് നടത്തിപ്പിച്ചു. ആ ഹോംസ്റ്റേക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന 2 മുറികളുണ്ടായിരുന്നു. അതിലൊരു മുറിയാണ് ഇവർക്കായിട്ട് മണിയറക്കായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ആ മുറിയിലേക്കാണ് വിനീതിനെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. വിനീതിന് ഉള്ളിൽ നല്ല പേടിയും ടെൻഷനും ഉണ്ടായിരുന്നു. ദൈവമേ, എന്താണാവോ എന്തോ, ഒന്നും അറിയില്ലല്ലോ അവൻ മനസ്സിലിങ്ങനെ വിചാരിച്ചു. ഗംഗയ്ക്ക് തന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് പോലും അവന് ഇതുവരെ ഉറപ്പില്ലായിരുന്നു. ആ ഒരു വലിയ ടെൻഷൻ അവന്റെ മനസ്സിൽ ഇങ്ങനെ കടന്നു നീറുന്നുണ്ടായിരുന്നു. രാധമ്മ വിനീതിനെ മുറിയിലാക്കിയിട്ട് പുറത്തേക്ക് പോയി. അവർ പോയപ്പോൾ വിനീത് പതിയെ വരാന്തയിലേക്ക് നോക്കി നിവിനെ ഇങ്ങനെ കൈകൊട്ടി വിളിച്ചു. നിവിൻ ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നു. വിനീത് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, എടാ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടടാ. നിവിൻ അവനെ ഒന്ന് തട്ടിയിട്ട് പറഞ്ഞു, എടാ എന്താ ഇത്? അത് പിന്നെ നീ കൂടുതലൊന്നും കളിക്കണ്ട. പിന്നെ അവന്റെ ഒരു പേടി. എടാ ഇന്നത്തെ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് നീ എത്ര നാളെയുടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? എന്നിട്ട് വേണം എന്നോട് ഇതൊക്കെ പറയാൻ. നിവിൻ ഒന്ന് നിർത്തിക്കൊണ്ട് വീണ്ടും തുടർന്നു, ദേ ഞാൻ പോവാണ്. ഇനി ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ പിടിച്ച് ചീത്ത പറയും. ഞാൻ അതുകൊണ്ട് ഇവിടെ നിന്നും പോവുക. അതും പറഞ്ഞ് നിവിൻ വേഗം തന്നെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. വിനീത് ആകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ മുറിയിൽ ഒറ്റക്കായി. ആ സമയത്താണ് ഗംഗ വേറൊരു മുറിയിൽ ആകെപ്പാട് സങ്കടവും ടെൻഷനും നിറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു. അവളുടെ മനസ്സിൽ ഒരുപാടധികം ചിന്തകളിങ്ങനെ വന്നു. അപ്പോഴാണ് യമുനയും നിലയും കൂടി അങ്ങോട്ടേക്ക് വന്നത്. നില വന്ന് ഗംഗയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എന്നിട്ട് ചോദിച്ചു, അല്ല ഗംഗേച്ചി, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? എന്തു പറ്റി? ഗംഗേച്ചിയുടെ മുഖത്ത് ആകെപ്പാടൊരു സങ്കടമാണല്ലോ. ഗംഗ ഒന്ന് ഞെട്ടി. അവൾ സങ്കടം മറച്ചു വെക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ഒന്നുമില്ല. ആ സമയത്താണ് രാധമ്മ അങ്ങോട്ടേക്ക് വന്നത്. ഗംഗയെ കണ്ട് രാധമ്മ പറഞ്ഞു, ആഹാ ഇവിടെ വന്നിരിക്കണോ? മുറിയിലേക്ക് പോവേണ്ടേ? നിലക്ക് കാര്യം മനസ്സിലായില്ല. അവൾ ചോദിച്ചു, മുറിയിലേക്ക് പോവാനോ? ഏതു മുറിയിലേക്ക്? അതിന് ഗംഗേച്ചി എല്ലാ ദിവസവും ഇവിടെയല്ലേ കിടക്കുന്നത്? ഏതു മുറിയിലേക്ക് പോയി കിടക്കാനാ പറയുന്നത്? രാധമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെ ഇന്നു മുതലേ നിന്റെ ഗംഗേച്ചി ഇവിടെയല്ലേ കിടക്കുന്നത്, വേറെ മുറിയില്ല. നില വിടുന്ന മട്ടില്ല. അതെന്തിനാ ചേച്ചി വേറെ മുറിയിൽ പോയി കിടക്കുന്നത്? ഇവിടെ കിടന്നാ മതിയല്ലോ. അത് കേട്ടപ്പോൾ യമുന ഇടപെട്ടു. അവൾ നിലയെ നോക്കി കണ്ണിരട്ടി. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. ആ സമയത്തിന് രാധമ്മ ഗംഗയും കൂട്ടി അങ്ങോട്ടേക്ക് പോയി. അവർ പോയപ്പോൾ നില യമുനയോട് ചോദിച്ചു, അതെന്താ ഗംഗേച്ചി കൂട്ടിക്കൊണ്ട് അച്ചമ്മ അങ്ങോട്ടേക്ക് പോയത് എന്ന്. യമുന പറഞ്ഞു, അതെ കല്യാണം കഴിഞ്ഞാലേ ഇനിയിപ്പോൾ വിനീതേട്ടന്റെ മുറിയിലാ ഗംഗേച്ചി കിടക്കുന്നത്. ആഹാ അത് കൊള്ളാം. ഗംഗേച്ചി ഇവിടെ വന്ന് കിടന്നാ എന്താ കുഴപ്പം? നിനക്ക് അപ്പോഴും സംശയം തീരുന്നില്ലായിരുന്നു. അതെ കല്യാണം കഴിയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ യമുനേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേക്കും യമുനേച്ചിയും ഇവിടെ നിന്ന് മുറിയിൽ നിന്നും മാറിപ്പോവോ? അതെ ഞാനും മുറി മാറും. അപ്പോൾ പിന്നെ ഞാനിവിടെ ഒറ്റക്കാവില്ലേ? അപ്പോൾ എൻ്റെ കല്യാണം എപ്പോഴാണ് നടക്കുന്നത്? നില ചോദിച്ചു. യമുന ചിരി അമർത്തിക്കൊണ്ട് പറഞ്ഞു, ഓ അപ്പോൾ നിനക്ക് കെട്ടാൻ ഇത്ര ധൃതിയായോ? അല്ല എത്ര വർഷം കഴിഞ്ഞിട്ടായിരിക്കുമെന്ന് വെറുതെ ചോദിച്ചതാ. അതെ ഇപ്പോഴൊന്നുമില്ല, കുറേ വർഷം കഴിയണം. പഠിച്ച് ജോലിയൊക്കെ കിട്ടിയിട്ട് വേറെ കല്യാണം കഴിക്കണം. നില ചുണ്ടുകൊണ്ടൊന്ന് കോട്ടി. ഓ അവൾക്കാണെങ്കിൽ കെട്ടാൻ ധൃതിയുള്ളതുപോലെ. അങ്ങനെ യമുന അവളെ കളിയാക്കുകയാണ്. നില നാണത്തോടെ ഒന്ന് പോയി, ചേച്ചി പോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ചുണുങ്ങി. ഈ സമയത്തിന് ശാരദ പാലൊക്കെ കൊണ്ടുവന്ന് ഗംഗയുടെ കയ്യിലേക്ക് കൊടുക്കാണ്. അങ്ങനെ ശാരദയും രാധമ്മയും കൂടി ചേർന്ന് ഗംഗയെ കൊണ്ടുപോയി മണിയറയിലേക്കാക്കി. ഗംഗയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ആ മുറിയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് പല പല ചിന്തകൾ ഇങ്ങനെ ഓടി വന്നു. ഇങ്ങനൊരു ദിവസം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല. അച്ഛനുണ്ടായിരുന്ന സമയത്ത് വിനീതേട്ടനെ വേണ്ട എന്ന് പറഞ്ഞ് എത്രത്തോളം എതിർത്തതായിരുന്നു. ഒടുവിൽ അതേ വിനീതേട്ടന്റെ ജീവിതത്തിലേക്ക് തന്നെ താൻ കടന്നു വന്നിരിക്കുന്നു. കാലം കാത്തുവെച്ച വിധി ഇത്രമാത്രം വിചിത്രമാണ് എന്ന് ഗംഗ ഓർത്തു. അതൊക്കെ ഓർത്തുകൊണ്ടാണ് അവൾ ആ ഒരു പാൽ ഗ്ലാസുമായി മുറിയിലേക്ക് ചെല്ലുന്നത്. മുറിയിലേക്ക് വന്ന് പാൽ ഗ്ലാസൊക്കെ മേശപ്പുറത്ത് വെച്ചിട്ട് ഗംഗ തല താഴ്ത്തി നിന്നു. അത് കണ്ട് വിനീത് പതിയെ പറഞ്ഞു, വാ ഇവിടെ വന്നിരിക്ക്. ഗംഗയുടെ നെഞ്ചിടിപ്പ് കൂടി. ഗംഗയുടെ ടെൻഷന്റെ അപ്പുറത്തായിരുന്നു വിനീതിന്റെ ടെൻഷൻ. കാരണം ഗംഗയുടെ മനസ്സ് എന്താണെന്നും എങ്ങനെയാണെന്നും ഇതുവരെ യാതൊരുവിധ പിടിയും വിനീതിന് കിട്ടിയിട്ടില്ല. അവൾ തന്നെ ശരിക്കും ഇഷ്ടമാണോ എന്ന് പോലും അറിയത്തില്ലല്ലോ. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ വിനീതിന് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ഗംഗയെ മുറിയിലാക്കിയതിനു ശേഷം ശാരദ ടെൻഷനോട് കൂടെ പുറത്തേക്ക് പോകുന്ന സമയത്തിന് അവിടെ കാവേരി നിൽക്കുന്നുണ്ടായിരുന്നു.
ശാരദ കാവേരിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പതിയെ ചോദിച്ചു, മോളെ ഗംഗ എന്തെങ്കിലും പറഞ്ഞിരുന്നോ എന്ന്. കാവേരി സംശയത്തോടെ തിരിച്ചു ചോദിച്ചു, എന്ത്? അല്ല, അവളുടെ മുഖം കണ്ടിട്ട് എനിക്കെന്തോ വല്ലായ്മ തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഇവൾക്ക് ഈ വിവാഹത്തിനെങ്ങാനും ഇഷ്ടമില്ലായിരുന്നോ? അങ്ങനെയാണ് എന്റെ സംശയം. കാവേരിക്കത് കേട്ടപ്പോൾ ചെറിയൊരു ദേഷ്യം വന്നു. ഓ, ഇപ്പോഴെങ്കിലും അമ്മ അത് പറഞ്ഞല്ലോ. അമ്മ ഗംഗേച്ചിയോട് ഇതൊന്ന് ചോദിച്ചിരുന്നോ? ശാരദ നിസ്സഹായതയോടെ പറഞ്ഞു, ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്? അതെ, എങ്കിൽ ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. താലികെട്ടലും കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന്റെ സമയത്താണോ ഇതൊക്കെ പറയുന്നത്? കാവേരിയുടെ സ്വരത്തിൽ ചെറിയൊരു കുറ്റപ്പെടുത്തലുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ശാരദ പറഞ്ഞു, ദേ, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചോദിച്ചതൊന്നുമല്ല. കാവേരി പറഞ്ഞു, അതെ അമ്മേ, ഇനി കൂടുതലൊന്നും ചോദിക്കാനും പറയാനൊന്നും പോവണ്ട. അവരുടെ ജീവിതം അവർ ജീവിച്ചു തീർത്തോളും. ഇപ്പോഴല്ലായിരുന്നോ ഗംഗേച്ചിയോട് ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കേണ്ടത്? അതൊക്കെ മുൻപ് ചോദിക്കണമായിരുന്നു. അമ്മ വാക്ക് കൊടുക്കുന്നതിനൊക്കെ മുൻപ് ചോദിക്കണമായിരുന്നു. ശാരദക്ക് വല്ലാത്ത കുറ്റബോധവും ടെൻഷനൊക്കെ തോന്നി. മുറിയിൽ ഗംഗ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ പതിയെ വിനീതിനോട് പറഞ്ഞു, അതെ, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്, ഞാൻ കിടന്നോട്ടെ. വിനീത് വളരെ ശാന്തമായി പറഞ്ഞു. ആ, ഗംഗ കിടന്നോളൂ. വിനീത് പിന്നെ കൂടുതലൊന്നും സംസാരിക്കാനും പോയില്ല. കാരണം ഗംഗക്ക് വയ്യല്ലോ. അവൻ അവളെ നിർബന്ധിക്കാനോ ശല്യപ്പെടുത്താനൊന്നും ആഗ്രഹിച്ചില്ല. വിനീത് ഗംഗയൊന്ന് നോക്കി. പാവം, ഒരു പക്ഷേ അവളുടെ മനസ്സിൽ എന്താണെന്ന് പോലും അറിയില്ല. എന്നാലും എന്റെ ജീവിതത്തിലേക്ക് വന്നല്ലോ, ഇനി കുഴപ്പമില്ല, അവൾക്ക് വേണ്ടിയിട്ട് എത്ര കാലം വേണമെങ്കിലും താൻ കാത്തിരിക്കാൻ തയ്യാറാണ്. അങ്ങനൊരു ചിന്തയായിരുന്നു വിനീതിന്റെ മനസ്സിൽ. അങ്ങനെ ആ ഒരു മൗനം നിറഞ്ഞ രാത്രി പതിയെ കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ നിവിൻ എഴുന്നേറ്റ് ഹാളിലേക്ക് വരുമ്പോൾ അവിടെ രാജേശ്വരി വളരെ ഗൗരവത്തിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. തലേ ദിവസം രാത്രി രാജേശ്വരിയെ വിളിച്ച് ജയപാലൻ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിവിൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നും അവൻ എപ്പോഴും ആ കാവേരിയുടെ വീട്ടുകാരുമായിട്ട് ഭയങ്കര അടുപ്പത്തിലാണ് എന്നൊക്കെ, അവരുടെ വീട്ടിൽ നിന്നും ഇറങ്ങാൻ സമയമില്ല എന്നും മറ്റൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറ്റങ്ങളും കുറവുകളൊക്കെ ജയപാലൻ രാജേശ്വരിയോട് കാതിലിങ്ങനെ ഓതിക്കൊടുത്തിരുന്നു. അതൊക്കെ രാജേശ്വരിയുടെ മനസ്സിലിങ്ങനെ അഗ്നിപർവ്വതം പോലെ പുകയുന്നുണ്ടായിരുന്നു. തലേ രാത്രിയിൽ നിവിൻ താമസിച്ചു വന്നതുകൊണ്ട് തന്നെ രാജേശ്വരി കൂടുതലൊന്നും അന്ന് ചോദിക്കാൻ പോയില്ല. പക്ഷേ രാവിലെ എഴുന്നേറ്റ് നിവിനെ കണ്ടപ്പോൾ അവർക്കത് സഹിക്കാനായില്ല. രാജേശ്വരി ദേഷ്യത്തോടെ അവനെ വിളിച്ചു. എടാ, ഇങ്ങോട്ടേക്ക് വാടാ. നിവിൻ അങ്ങോട്ടേക്ക് ചെന്നു. ഇന്നലെ നീ എപ്പോഴാ വന്നത്? രാജേശ്വരി ചോദിച്ചു. കുറച്ച് ലേറ്റായി പോയി എന്ന് നിവിൻ പറഞ്ഞു. നീ എവിടെ പോയതാ? അത് പിന്നെ അമ്മേ, ഞാൻ സത്യം പറയടാ, നീ എവിടെ പോയതായിരുന്നു? രാജേശ്വരിയുടെ ശബ്ദം കനത്തു. അമ്മേ, അത് പിന്നെ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോകാനുണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാ. നിവിൻ കള്ളം പറഞ്ഞു. രാജേശ്വരി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. ഓ, ഫ്രണ്ടിനെ കാണാൻ നീ പോയതാണല്ലേ? അല്ല, ഇന്നലെ ആ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ഒരു കല്യാണം നടന്നിരുന്നല്ലോ, അതിനെക്കുറിച്ച് നിനക്ക് വല്ല മനസ്സറിവുമുണ്ടോ? അപ്പോഴേക്കും നിവിന് കാര്യം പിടികിട്ടി. അങ്കിൾ വിളിച്ചത് മിക്കവാറും കാര്യങ്ങളൊക്കെ അമ്മയോട് പറഞ്ഞു കാണുമെന്ന് അവൻ ഉറപ്പായിരുന്നു. ഇതെന്താ അമ്മേ, അമ്മ എന്താ ഇന്നെങ്ങനെ ചോദ്യം ചെയ്യുന്നത്? അല്ല, നിനക്ക് ആ കല്യാണത്തെക്കുറിച്ച് വല്ലതും അറിയാമോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ, അറിയായിരുന്നു, അത് വിനീതിന്റെ കല്യാണമായിരുന്നു. ഓ, അപ്പം നിനക്കറിയാമായിരുന്നു അല്ലേ? അപ്പോ നീ അവിടെ പോയിട്ടേ ഇല്ലല്ലേ? രാജേശ്വരിയുടെ സ്വരം പരിഹാസത്തിൽ നിന്ന് ദേഷ്യത്തിലേക്ക് മാറി. എടാ, നിനക്ക് നാണമുണ്ടോടാ? നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആ കാവേരിയും അവളുടെ വീട്ടുകാരുമായിട്ട് കൂട്ടുകൂടാൻ പോകരുത് എന്ന്? എത്ര പറഞ്ഞാലും നിന്റെ തലയിലേക്ക് കയറില്ലേ? എന്റെ അമ്മേ, അതിന് വിനീതിന്റെ കല്യാണമായിരുന്നില്ലേ? നിവിൻ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ഓ, ഒരു വിനീതിന്റെ കല്യാണം? എടാ, നിനക്ക് നാണമുണ്ടോടാ? നീ നാഴികക്ക് 40 വട്ടം ആ കാവേരിയുടെ വീട്ടിൽ തന്നെ കയറി ഇറങ്ങുവാണല്ലോടാ. നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകരുത് എന്ന്? അമ്മേ, ഞാൻ അവിടേക്ക് പോയ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലല്ലോ. ഓ, പ്രശ്നമൊന്നുമില്ല. നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും. 4 പെൺകുട്ടികളാ അരവിന്ദന്, അറിയാലോ. നീ അവിടെ കയറി ഇറങ്ങിയിട്ട് വേണം നിന്റെ തലയിൽ ഏതെങ്കിലും ഒന്ന് കയറാനായിട്ട്. അത് കേട്ടപ്പോൾ നിവിന് ദേഷ്യം വന്നു. ദേ അമ്മേ, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. ഓ, ഇപ്പൊ ഞാൻ പറയുന്നത് അനാവശ്യമല്ലോ. നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്നൊക്കെ എനിക്കറിയാടാ. ആ കാവേരി നിനക്കൊരു നോട്ടമുണ്ടെന്ന് എനിക്കറിയാം. അത് നിന്റെ മനസ്സ് എങ്ങോട്ടേക്ക് വെച്ചാൽ മതി. അറിയാലോ, ഈ രാജേശ്വരി ജീവിച്ചിരിക്കുമ്പോൾ അതൊരിക്കലും നടക്കില്ല. രാജേശ്വരി തീർത്തും പറഞ്ഞു. നിവിൻ അസഹിഷ്ണുതയോടെ ചോദിച്ചു. അമ്മേ, അമ്മക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? കൂടുതലൊന്നും പറയാനില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ആ വീട്ടിലേക്ക് നീ മേലാൽ പോയേക്കരുത്. അറിയാലോ, എന്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം. രാജേശ്വരി അലറി. നിവിൻ ഞെട്ടി. തലയിൽ തൊട്ട് സത്യം ചെയ്യണമെന്നോ? അതെ, ആ കാവേരിയുടെ വീട്ടിലേക്ക് നീ ഇനി പോവില്ല എന്ന് എന്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യണം. എന്റെ അമ്മേ, അമ്മക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നിവിൻ ചോദിച്ചു. അപ്പോഴേക്കും ആസിഫ് അങ്ങോട്ടേക്ക് വന്നു. ആസിഫ് ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്താ? നിവിൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ കാവേരിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അമ്മയുടെ തലയിൽ തൊട്ട് ഞാൻ സത്യം ചെയ്യണം പോലും, അവിടെ പോവില്ല എന്ന്. എന്നെ ഏതായാലും അതിലൊന്നും കിട്ടത്തില്ല. ആസിഫ് പ്രശ്നം തീർക്കാൻ വേണ്ടി പറഞ്ഞു. എടാ, അമ്മ അല്ലേടാ തലയിൽ തൊട്ട് സത്യം ചെയ്തു കൊടുക്കുകയെന്ന് പറയും. ഒന്ന് പോടാ അവിടുന്ന്.
നിനക്ക് അത്ര പ്രശ്നമുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ അങ്ങ് തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ പറയും നിവിൻ. രാജേശ്വരി വീണ്ടും ഇടപെട്ടു. ഓ, അപ്പോ ഞാൻ പറഞ്ഞിട്ട് നിനക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടാണല്ലേ? അമ്മ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ അനുസരിക്കാറുണ്ടല്ലോ, പക്ഷേ ഇതൊന്നും എന്നെക്കൊണ്ട് അനുസരിക്കാൻ പറ്റില്ല. നിവിൻ ഉറപ്പിച്ചു പറഞ്ഞു. അമ്മേ, ഇതെന്തിന്റെ പേരിലായി പറയുന്നത്? അമ്മക്കൊരു ബുദ്ധിയും ബോധവുമില്ലേ? ഞാൻ അവിടെ പോയെന്ന് കരുതിയിട്ട് എന്താ ആകാശം ഇടിഞ്ഞു വീഴോ? ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അമ്മ പറയുന്നത് പോലെ തലയിൽ തൊട്ട് സത്യം ചെയ്യാനൊന്നും ഞാൻ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞു കൊടുത്തിന് നിവിൻ അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോയി. രാജേശ്വരിക്ക് കടുത്ത ദേഷ്യമായി. ഇങ്ങോട്ടേക്ക് വാടാ, നീ പോയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വരുമല്ലോ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് നിനക്ക് അനുസരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? എനിക്കറിയാം നിന്റെ മനസ്സിലിരിപ്പൊക്കെ, അതൊന്നും ഈ ജന്മത്തിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് രാജേശ്വരി കുറേയധികം ചീത്ത വിളിച്ചു. നിവിനാണെങ്കിൽ വല്ലാത്ത സങ്കടവും ദേഷ്യമൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇതേ സമയം ഹോം സ്റ്റേയിൽ പുതിയൊരു പ്രഭാതം വിടർന്നു. ശാരദ രാവിലെ തന്നെ എഴുന്നേറ്റ് ചായയൊക്കെ ഉണ്ടാക്കി രാധമ്മക്ക് ഒരു ഗ്ലാസ് ചായ കൊണ്ടുപോയി കൊടുത്തു. രാധമ്മ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാവേരി അങ്ങോട്ടേക്ക് വന്നു. കാവേരി വന്ന് ചോദിച്ചു, എനിക്ക് ചായ ഇല്ലാമേ എന്ന്. ശാരദ പറഞ്ഞു, ചായ ഉണ്ട്, ദേ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തു കുടിച്ചോളൂ എന്ന് പറയും. അങ്ങനെ കാവേരി പോയിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വരുമ്പോഴേക്കും രാധമ്മ ശാരദയോട് ചോദിച്ചു, അല്ല ഗംഗമ്മോൾ എഴുന്നേറ്റോ എന്ന്, അവർക്കൊക്കെ ചായ കൊടുത്തോ എന്ന്. ശാരദ പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്ക് പോയിട്ടില്ലമ്മേ, എഴുന്നേറ്റൊന്നു പോലും എനിക്കറിയില്ല. ആ സമയത്താണ് ഗംഗ അങ്ങോട്ടേക്ക് വരുന്നത്. ഗംഗയെ കണ്ട് രാധമ്മ ഒളി കണ്ടിട്ട് നോക്കി. എന്നിട്ട് കളിയാക്കുന്ന മട്ടിൽ ചോദിച്ചു, മോളെ ഇന്ന് രാത്രി കിടന്ന് നന്നായിട്ട് ഉറങ്ങിയോ എന്ന്. അത് കേട്ടപ്പോൾ ശാരദക്കാകെ ചമ്മലായി. അവർ രാധമ്മയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്താ അമ്മയെ ചോദിക്കുന്നത്? അവൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ കാവേരി? രാധമ്മ ചിരിച്ചോണ്ട് പറഞ്ഞു, പിന്നെ അവളത് കേട്ടാ ഒന്നുമില്ല, അവൾ ഈ കാര്യത്തിലൊക്കെ PhD എടുത്ത ആളാണല്ലോ, നിന്നേക്കാളും ഭേദം അവളാണ്. അത് കേട്ടപ്പോൾ ശാരദ ചിരിച്ചോണ്ട് പറഞ്ഞു, ഈ അമ്മയുടെ ഒരു കാര്യം. അപ്പോഴേക്കും കാവേരി അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടി ഒരു കുശുകുശുപ്പ്? ശാരദ പറഞ്ഞു, ഒന്നുമില്ല. കാവേരി ചിരിച്ചോണ്ട് പറഞ്ഞു, എനിക്കറിയാം, എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ആ സമയത്ത് തന്നെ രാധമ്മ ഗംഗയെ നോക്കി പറഞ്ഞു, മോളെ വിനീത് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ വിനീതിനും കൂടിയുള്ള ചായ നീ കൊണ്ടുപോയി കൊടുക്ക്. ഗംഗ പറഞ്ഞു, വിനീതേട്ടൻ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേറ്റ് കഴിയുമ്പോൾ വിനീതും കൂടി ചായ കൊണ്ടുപോയി കൊടുക്കാൻ രാധമ്മ വീണ്ടും പറഞ്ഞു. ഗംഗയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിരുന്നു. അവളുടെ മുഖത്ത് ഒരു നിർജീവത ഉണ്ടായിരുന്നു. ഗംഗയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ കാവേരിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന്. ഗംഗേച്ചിയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ലല്ലോ. ഇനി ഒരു പക്ഷേ ഗംഗേച്ചിക്ക് വിനീതേട്ടനെ ഇഷ്ടമില്ലായിരുന്നോ? ഗംഗേച്ചിയുടെ മുഖത്തെന്താ യാതൊരുവിധ സന്തോഷമില്ലാത്തത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ കാവേരി ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടം